Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. So, എല്ലാവരും ജോഷ് ടോക്കിലെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ നിങ്ങളുടെ പ്രാർത്ഥനകൾ അറിയിക്കുന്നുണ്ടായിരുന്നു. ചില ആളുകൾക്ക് വലിയ വിഷമമായിട്ടുണ്ട്. കാരണം നിങ്ങൾ ആരും മേ ബി വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട് എന്നുള്ളത്. ചില ആളുകൾക്ക് സന്തോഷമാണ് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഓവർകം ചെയ്ത് വന്നതിന്. എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു വലിയൊരു ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിലും ഇന്നൊരിക്കലും ഞാൻ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് അത് എവിടെയും ഇല്ല കേട്ടോ. എൻ്റെ മനസ്സിലെ ഒരു മുറിവായിട്ട് പോലും അങ്ങനത്തെ ഒരു ചാപ്റ്ററേ എൻ്റെ ലൈഫിൽ ഇല്ലാത്തൊരു ഫീൽ തന്നെയാണ് എനിക്ക്. ഞാൻ അതിനെ പറ്റിയിട്ട് ബോധരയല്ല. പിന്നെ ഇതേ ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്കറിയാം, ബിക്കോസ് ഞാൻ ഒരുപാട് ആളുകൾ അടുത്ത് സംസാരിക്കുന്നതാണ്. സോ അവർക്കും അവരുടെ ലൈഫിൽ ഏതെങ്കിലും തരത്തിൽ ഇത് റിലേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ലൈഫിൽ നല്ല മാറ്റം കൊണ്ടുവരാൻ, നല്ല ഡിസിഷൻസ് എടുക്കാൻ സാധിക്കട്ടെ. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും സ്റ്റക്ക് ആയിട്ട് പോവുക, ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് അറിയാം. പക്ഷെ മാറ്റത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും സ്റ്റക്ക് ആയിട്ട് നിൽക്കുക. സോ ഇതുപോലെയുള്ള അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ, അവർക്ക് നല്ല മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ. ഞാൻ എന്താണോ ഇന്ന് അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു പേഴ്സൺ ആണ്. സോ അതിനൊക്കെ ആ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡിഫിക്കൽട്ട് സ്റ്റേജ് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട് കാണുന്ന ഒരാളാണ്. സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഞാനും വളരെ സന്തോഷമാണ്. ഒരിക്കലും എന്നെ ആലോചിച്ചിട്ട് ഒരാൾക്കും വിഷമമൊന്നും തോന്നണ്ട കേട്ടോ. ഐ എം വെരി ഹാപ്പി. ഞാൻ റീസെന്റ് ആയിട്ട് കണ്ട് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ്, കുറച്ച് വാക്കുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യുന്നത്. Remember, you ask for growth. Don't be surprised when life challenges you. ഇത് ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞോട്ടെ. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത്, നമുക്ക് അത്ര ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത്, പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിൽ നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ സർപ്രൈസ് ആവേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങനെയാണല്ലോ ചിന്തിച്ചത്, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പല ആളുകളും സ്പെഷ്യൽ ലോ ഓഫ് അട്രാക്ഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയാണ് പക്ഷെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത്. വാട്ട് ഇഫ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച് നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു റൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യുന്ന ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് ആണെങ്കിലോ, അല്ലെ? സോ ലൈഫിൽ ഇതുപോലത്തെ ഏതെങ്കിലും ചാലഞ്ച് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഇതോടുകൂടിയിട്ട് എല്ലാം കൂടെ കഴിഞ്ഞു, അല്ലെങ്കിൽ എന്താണ് എനിക്കൊന്നും വർക്ക് ആവുന്നില്ല, ലൈഫിനെ നമ്മള് ഒരു വെറുപ്പോട് കൂടിയിട്ടല്ല കാണേണ്ടത്. നമ്മളുടെ ലൈഫിനെ വെറുപ്പോട് കൂടിയിട്ടല്ല കാണേണ്ടത്. ചില സാഹചര്യം കാരണം നമുക്ക് വെറുപ്പ് തോന്നും, നമുക്കൊരു ഫ്രസ്ട്രേഷൻ തോന്നും, പക്ഷെ അത് എക്സിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തും അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവുന്നത്. ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ വെറുതെ സംഭവിക്കില്ല. എന്റെ ലൈഫിൽ ഈ ഒരു കാര്യം ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. പല ആളുകൾക്കുമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം, ഞാനൊരു സൈക്കിക് റീഡർ ആണ്, സൈക്കിക്കലി മെസ്സേജ് കണക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണ്. സോ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു, എന്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ടില്ല എന്നുള്ളത്, അല്ലെ? സോ ആ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന് വളരെ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് തന്നെ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഓഫീസിലേക്ക് പോകുന്ന സമയത്തും, ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്തും, ഈവൻ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ എപ്പോഴും കേട്ടുകൊണ്ടിരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, യു നീഡ് ടു കം ഔട്ട് ഓഫ് ദി സിറ്റുവേഷൻ. പക്ഷെ അതിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു വഴി കണ്ടുപിടിക്കാനുള്ള ഒരു സ്ട്രഗിൾ ആയിരുന്നു കുറച്ച് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നിടത്തോളം കാലം എന്റെ ഒരു വലിയൊരു സ്ട്രഗിൾ എന്ന് പറയുന്നത്. നിങ്ങളോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലൈഫിനോട് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പേഴ്സൺ ആണ് ഞാൻ. ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്തൂസിയാസം എനിക്ക് ലൈഫിനോട് വളരെ കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ വളരെ ചെറുപ്പത്തിലെ ആഗ്രഹം എന്ന് പറയുന്നതും ആളുകളായിട്ട് കണക്ട് ചെയ്യാം, ഒരു ഹ്യൂജ് ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ ഹ്യൂജ് ഒരു സ്റ്റേജ് ആണ് ഞാൻ എപ്പോഴും എന്റെ മുന്നിൽ കണ്ടുകൊണ്ടിരുന്നത്. അത് ആ ഒരു ഇന്റൻഷൻ എവിടുന്ന് വന്നതെന്ന് അറിയില്ല. എന്റെ ഒരു സർവീസ് ആണ്. എനിക്ക് ആളുകൾ എന്ന് പറയുന്നത് എന്റെ ഒരു വലിയൊരു എനർജിയാണ്. എസ്പെഷ്യലി എന്റെ ഉള്ളിലെ അറിവ് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ട്. സോ അത് വളരെ ചെറുപ്പത്തിലേ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ 10th കഴിഞ്ഞ് +2 ഒക്കെ ആവുന്ന സമയത്ത് എന്റെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ ട്യൂഷൻ എടുത്തു കൊടുക്കുമായിരുന്നു. ഡിഗ്രി വരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് 30+ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന്.
എനിക്ക് വലിയൊരു സന്തോഷമാണ് കുട്ടികളുടെ അടുത്ത് സംസാരിക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കായിരുന്നു, ട്യൂഷൻ എടുക്കായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സന്തോഷം, സംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. പിന്നെ അത് നിർത്തി കഴിഞ്ഞ സമയത്ത് എനിക്ക് എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ ഒരു ലാക്നെസ് ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ MBAക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് വരികയാണ്. എന്റെ ലൈഫിൽ ഞാൻ ആരാണ്, ഞാൻ എവിടെ എത്തണം, എങ്ങോട്ട് പോകണം, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും നമുക്ക് അല്ലെ. ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ ഒരു വഴിയേ ഉണ്ടാവുള്ളൂ. നമുക്ക് അതിലെ ഷോർട്ട് കട്ട് ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ വഴിയിൽ കൂടെ പോയിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷനും നമ്മൾ പഠിക്കേണ്ട ലെസൺസും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. സോ അവിടെ ഒരു ചലഞ്ചിങ് തന്നെയാണ്. നമ്മളൊരു ഡെസ്റ്റിനേഷൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ സോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നാച്ചുറലി ഗൈഡ് ചെയ്യപ്പെടും. ഓക്കെ, അത്ര തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം, എസ്പെഷ്യലി നമ്മൾ ഔട്ട് ഓഫ് ദി ബ്ലൂ വന്നിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമ്മളായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല അതെങ്കിൽ, നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആഗ്രഹമല്ല അത്, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വളർന്നിട്ടുള്ള ഒരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താനുള്ള വഴികൾ അതായിട്ട് തന്നെ കണ്ടുപിടിക്കും. നമ്മളുടെ ഉള്ളിലെ ഒരു സോൾ എന്താണോ പറയുന്നത് അത് അതിലേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, ആ ഒരു ജേർണി എന്ന് പറയുന്നത് അത്ര ഈസി ആയിക്കൊള്ളണം എന്നില്ല. നമുക്ക് ഷോർട്ട് കട്ട്സ് ഇല്ല, ഇങ്ങനെ തന്നെ പോകണം ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആ ഒരു പാത്തായിരുന്നു, ആ ഒരു ജേർണി ആയിരുന്നു അത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ജേർണി എന്ന് പറയാം. എക്സാക്ട്ലി, ദാറ്റ് ഈസ് കോൾഡ് സ്പിരിച്വൽ ജേർണി, സ്പിരിച്വൽ ലെസൺ, സ്പിരിച്വൽ അവേക്കനിങ്. സോ ആ ഒരു ജേർണിയിൽ കൂടെ പോകുന്ന സമയത്താണ് എന്നെ പറ്റി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു ജേർണിയിലേക്ക് വന്ന സമയത്താണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എസ്പെഷ്യലി എൻ്റെ സെൽഫ്, ഞാൻ എങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ ആ വഴിയിൽ കൂടെ പോയി നമ്മൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് ഓടിപ്പോയിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കില്ല. ഓക്കെ, എത്ര ഓടിയാലും മേ ബി നമുക്ക് ഒരു വഴി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. നമ്മൾ എക്സാക്ട്ലി ആ ഒരു അതിന്റെ ഒരു റൂട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ധൃതി കാണിച്ച് ഓടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. നമ്മൾ അതിന്ന് പഠിക്കേണ്ട കാര്യങ്ങളും മനസ്സിലാക്കേണ്ട കാര്യങ്ങളും നമുക്ക് യാതൊരു ഐഡിയയും കിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയതെന്നുള്ളത് നമുക്കും അറിയില്ല. ആൻഡ് അഗെയിൻ ഇതേ സിറ്റുവേഷനിൽ കൂടെ വീണ്ടും ലൈഫിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സോ ഞാൻ ആ ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് വന്ന സമയത്താണ് എൻ്റെ സോൾ കൂടുതൽ എക്സ്പാൻഡ് ആവാൻ തുടങ്ങിയത്. വിച്ച് മീൻസ് ഞാൻ എന്താണെന്നുള്ളത് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ ഉണ്ട്. അത്ര കാലമായിട്ട് എൻ്റെ ഉള്ളിൽ ആ ഒരു ഫെമിനിനെ ഞാൻ കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എന്നെ ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ, വളരെ ഹൈ വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു ഫെമിനിൻ എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആ ഒരു ജേർണിയിൽ കൂടെ പോകുന്ന സമയത്താണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ ഞാൻ എന്നെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, it's really interesting for me, especially like എൻ്റെ ഒരു കോൺസെപ്റ്റ്, റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്, റൊമാൻറ്റിക് കോൺസെപ്റ്റ്, ഫിസിക്കൽ കോൺസെപ്റ്റ്, അതായത് നമ്മുടെ സാക്രൽ ചക്ര വിച്ച് മീൻസ് സെക്ഷൽ എനർജി, ബേസ് ചക്ര, ക്രൗൺ ചക്ര, നമ്മുടെ പൊസിഷൻ, നമ്മുടെ ഒരു സെക്ഷൽ എനർജി വിച്ച് മീൻസ് സെക്ഷൽ എനർജി, നമ്മൾ എങ്ങനെയാണ് നമ്മളൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൂടുതൽ മനസ്സിലാക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ വന്ന സമയത്താണ്. സോ എനിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ എന്നിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നോ മാറ്റർ വാട്ട്, ആരാണെന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, അതെന്റെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ സ്ഥാനം കിട്ടാതെ എൻ്റെ ശരീരത്തിലേക്ക് തൊടാൻ ഉള്ള ഒരു അവകാശം ഒരാൾക്കില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എത്രമാത്രം ഒരു റെസ്പെക്ട് എൻ്റെ ശരീരത്തിന് കൊടുക്കുന്നുണ്ട്, എൻ്റെ മനസ്സിന് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഇമോഷൻസിന് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ കൂടുതൽ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അടിത്തറയാണ് ഞാൻ പോലും അറിയാതെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പണ്ടൊക്കെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. ആരുടെ അടുത്തും നോ പറയാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവർക്ക് വിഷമാവോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ആളുകളുടെ എനർജി സെൻസ് ചെയ്യാൻ സാധിക്കും. ഈവൻ എനിക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരാളുടെ അടുത്ത് എനിക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള വലിയൊരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ ഒരു ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പോലും എനിക്കത് വേണ്ടാന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന സമയത്ത് എങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്യണം, ഇമോഷണലി, ഫിസിക്കലി, മെന്റലി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എനിക്ക് ഒരിക്കലും ആളുകളുടെ മുന്നിൽ ഞങ്ങളൊരു പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്കൊരിക്കലും എൻ്റെ ഒരു മാൻ ആയിരുന്നില്ല. എൻ്റെ ആ ഒരു സ്ട്രോങ് ഫെമിനിന് ഒത്ത ഒരു
പാർട്ട്ണർ ആയിരുന്നില്ല ഞാൻ. എക്സാക്ട്ലി ഓക്കെ, അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ലൈക്ക് ഒരു രീതിയിൽ എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ ലൈക്ക് ഓരോ ടൈമും ഓരോ പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്തും ഈ ഒരു സ്ട്രോങ് ഫെമിനൻ ആണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തത് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള, ഇത്ര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, ഇത്ര എക്സ്പെക്ടേഷൻ, ഹൈ വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു വുമനെയാണ്. ആൻഡ് ഐ എം റിയലി ഇൻസ്പയർഡ്. ആൻഡ് അതുപോലെ തന്നെ പല കാര്യങ്ങളും എനിക്ക് റിയലൈസ് ചെയ്യാനും പല കാര്യങ്ങൾ കണക്ട് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെ വരുന്ന സമയത്താണ്. അതുവരെ എൻ്റെ ഉള്ളിൽ ഒരു ശുഭാപ്തി വിശ്വാസക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ആളുകൾ നമുക്ക് മാറ്റാൻ സാധിക്കും, അവർക്ക് അവസരം കൊടുക്കുന്ന സമയത്ത്, അവരെ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആളുകൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരിക്കലും നമുക്ക് ആളുകളെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് അതിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ആവുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അവർക്കും ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം, അവർക്കും അത് പരീക്ഷിച്ചു നോക്കാൻ അവരുടെ ലൈഫിലും സാധിക്കുള്ളൂ എന്നുള്ളത്. ആ ഒരു ജേർണിയിൽ ഞാൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്റെ അമ്മയുടെ ഒരു സിറ്റുവേഷൻ ആണ്. ഒരു സ്ത്രീ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില സിറ്റുവേഷൻ ആണ്. ഒരു ഇന്റൻസ് ലെവലിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥ, ഇമോഷണൽ സിറ്റുവേഷൻ, എംപതി, സിമ്പതി, ഇത് എത്രമാത്രം ഒരു സ്ത്രീനെ ബാധിക്കുന്നുണ്ട്, അവർ എത്രമാത്രം അതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ എത്ര ദേഷ്യമാണെന്നുണ്ടെങ്കിലും, നമുക്ക് മടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, അയ്യോ എന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ എന്റെ കൂടെ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിരിക്കാം. ഇത് ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റാത്തൊരു നിസ്സഹായമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഡെയിലി ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. നിവർത്തികേട് കൊണ്ട് ഞാനില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യുന്നുള്ള ഒരു സിറ്റുവേഷൻ, സെന്റിമെന്റൽ ആയിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ സ്റ്റക്ക് ചെയ്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളാണ്. ഒരു സ്ത്രീയുടെ ഒരു ഏറ്റവും നിസ്സഹായമായിട്ടുള്ള അവസ്ഥകളൊക്കെ എനിക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. കാരണം പലപ്പോഴും ഞാൻ എൻ്റെ ഒരു യങ് ഏജിൽ അമ്മയുടെ കഷ്ടപ്പാടൊന്നും ഇത്ര ഡീപ്പ് ലെവലിൽ ചിന്തിച്ചിട്ടില്ല. പലപ്പോഴും എനിക്ക് അമ്മയുടെ അടുത്ത് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അച്ഛനൊരു ആൽക്കഹോളിസ്റ്റ് ആയിരുന്നു. ആ ഒരു ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഹി ഈസ് ദ ബെസ്റ്റ് ഫാദർ. പക്ഷെ നമ്മൾ ആ ഒരു ചെറുതാവുന്ന സമയത്ത് അമ്മയുടെ ആ ഒരു കഷ്ടപ്പാട് മാത്രമേ നമ്മൾ കാണുള്ളൂ, അല്ലെ? അവർക്കിടയിലുള്ള ഒരു ബോണ്ടിങ്ങോ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ ഉണ്ടായിട്ടുള്ള അത്ര ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹം ഒന്നും ആ ഒരു സമയത്ത് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ അത്ര സ്ട്രോങ് ആയിട്ട് അച്ഛന്റെ കൂടെ നിൽക്കാൻ തോന്നിയെന്ന് വെച്ചാൽ അവർക്കിടയിൽ ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു, പരസ്പരമുള്ള ഒരു സഹായം ഉണ്ടായിരുന്നു, പരസ്പരം അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു, വഴക്ക് കൂടായിരുന്നു. ആൻഡ് വിത്തിൻ സെക്കൻഡ്സ് അവർ വളരെ, അതൊന്നും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ സന്തോഷമായിട്ട് സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സ്റ്റേജിൽ ഇതൊന്നും നമ്മൾ കണക്ട് ചെയ്യില്ല. നമ്മൾ നമ്മളുടെ ഒരു അമ്മയുടെ ഒരു സ്ട്രഗിൾ ആൻഡ് എന്നിട്ടും അമ്മ അവിടെ നിന്നൊന്നും ചെയ്യുന്നില്ല. ഞാൻ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്താണ് അമ്മയുടെ ആ ഒരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥ, എന്തുകൊണ്ട് അമ്മ അമ്മേനെ നോക്കുന്നില്ല, എന്തുകൊണ്ട് അമ്മ മറ്റുള്ള അമ്മമാരെ പോലെ നിൽക്കുന്നില്ല. കാരണം അമ്മയുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. അമ്മയ്ക്ക് ഒരിക്കലും അമ്മേനെ നോക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ ഞാൻ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ അങ്ങനത്തെ ഒരു ജേർണിയിലേക്ക് വന്ന സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം, എന്തുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ തോന്നി, വീണ്ടും എന്തുകൊണ്ട് അമ്മയ്ക്ക് അച്ഛനോട് അത്ര ഒരു ഇഷ്ടം തോന്നി, എന്തുകൊണ്ട് അമ്മയ്ക്കും അച്ഛനും ഇടയിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടായെന്ന് ഞാൻ ആലോചിക്കുന്ന സമയത്ത് അവർക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു, എംപതി ഉണ്ടായിരുന്നു. എന്റെ അച്ഛനും അമ്മയ്ക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഒരിക്കലും ഞങ്ങൾ ആരെങ്കിലും അമ്മേനെ വഴക്ക് പറയുന്നതോ വേറൊരാള് അമ്മേനെ വഴക്ക് പറയുന്നതോ അച്ഛന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവരെ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് സന്തോഷമായിട്ടുള്ള മൊമെന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് സുഖമില്ലാതാവുന്ന സമയത്ത് നോക്കുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ കിച്ചണിൽ ഹെൽപ്പ് വേണ്ട സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വീട്ടിലെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അമ്മ ഞങ്ങളെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും ഞങ്ങളെ, അമ്മ ഇല്ലാത്ത സമയത്ത് അച്ഛനാണ് ഞങ്ങളെ നോക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് അത്ര ഒരു ഇഷ്ടം തോന്നാനുള്ള കാര്യങ്ങൾ, അവർക്ക് പരസ്പരം ഇഷ്ടം തോന്നാനുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആൽക്കഹോളിസ്റ്റ് ആണെന്നുള്ള ഒരു കാര്യം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ നല്ലൊരു പേഴ്സൺ ആയിരുന്നു. നല്ല ഒരുപാട് കാര്യങ്ങൾ അമ്മയ്ക്ക് അച്ഛൻ്റെ അടുത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്
എന്നുള്ളതാണ്. സോ ഇതൊക്കെ ഞാൻ എന്റെ ലൈഫിലേക്ക് വന്ന സമയത്തും ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എവിടെ ഇപ്പൊ എനിക്ക് വീട്ടിലെ കാര്യമാണെന്നുണ്ടെങ്കിലും എനിക്കൊരു സഹായം ഉണ്ടാവുന്നില്ല. ഞാൻ എൻ ടു എൻ എന്നെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്താണ് ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പ് എന്താണ്, എന്തൊക്കെയാണ് അതൊന്ന് മിസ്സാവുന്നത്, എന്റെ അമ്മ പോയിട്ടുള്ള ജേർണി, അവിടുന്ന് എന്താണ് അമ്മ പഠിക്കാതെ പോയിട്ടുള്ളത്, അമ്മ എന്താണ് ചെയ്യാതെ പോയിട്ടുള്ളത്, അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, അതിലേക്കൊക്കെ എന്നെ കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ വന്നതിന് ശേഷമാണ്. ഇത് മാത്രമല്ല, ഒരുപാട് ലെസൺസ് എനിക്ക് ഈ ഒരു ജേർണിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഡീപ്പായിട്ട് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന പല ലൈഫ് എക്സ്പീരിയൻസും എനിക്കുണ്ട്. സോ ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം, നമ്മുടെ ലൈഫിൽ എസ്പെഷ്യലി നിങ്ങൾ ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും മനസ്സിലാക്കുക, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ച് തരുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം, ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം, ചില ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം എന്താ നമുക്ക് വേണ്ടത്, നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കണം. പക്ഷെ പല ആളുകളും ടൈം എടുക്കുന്നത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ജോഷ് ടോക്കിൽ ഇട്ട വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകളുടെ കമന്റ് ഉണ്ട്, ഇപ്പോഴും അതേ സിറ്റുവേഷനിൽ നിൽക്കാണ്, 19 വർഷമായിട്ട്, 20 വർഷമായിട്ട്, 40 വർഷമായിട്ട് ഇതേ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളാണ്. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് ഹെൽപ്പ് ചെയ്യില്ല. എസ്പെഷ്യലി എന്റെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ വളരെ കംഫർട്ടബിൾ ആണ്, അവർക്കൊരു സ്ട്രഗിൾ ഇല്ല, അവർക്ക് ഓക്കെ ആണ് അല്ലെ. കൂടി പോയാൽ എന്താണ്, നിങ്ങൾ വഴക്കുണ്ടാക്കും, നിങ്ങൾ മാറിപ്പോവും, നിങ്ങൾ വീണ്ടും തിരിച്ചു വരും, പിന്നെ നിങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും, നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യും. അവർക്ക് എന്ത് സ്ട്രഗിൾ ആണ് ഉണ്ടാവുന്നത്? അവർ ആ ഒരു സിറ്റുവേഷനിൽ കംഫർട്ടബിൾ ആണ്. അത് ആരാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകള്, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ഈവൻ നിങ്ങളുടെ മക്കളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് സ്ട്രഗിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കത് ഫ്രസ്ട്രേറ്റഡ് ആണ്. ഒരിക്കലും നമ്മൾ സന്തോഷമായിട്ട് നിൽക്കാതെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല. എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ലെസൺ ആണ്. ഹിയർ ദിസ് അഗെയിൻ, ഒരിക്കലും നമ്മൾ സന്തോഷമല്ലാതെ ഒരാളെയും നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കതൊരു വലിയൊരു ഇൻസ്പയർ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ കൊണ്ടുവന്ന് സംസാരിക്കാനുള്ള ഒരു പ്രാപ്തി ഞാൻ ആക്കി കൊടുത്തത് കൊണ്ടാണ്. അതല്ലാതെ എന്റെ ലൈഫിൽ ഇപ്പോഴും ഞാൻ ഒരു സ്ട്രഗിൾ തന്നെ നിന്നിട്ട് അതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതുപോലത്തെ മെസ്സേജ് തരുന്നതിലോ യാതൊരു ജെന്യൂനിറ്റി ഇല്ല. അവിടെ ഞാൻ സന്തോഷമല്ലാതെ എനിക്ക് ഒരാളും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. സോ ചില കാര്യങ്ങൾ നമ്മൾ ആക്ഷൻ എടുക്കണം. ചില കാര്യങ്ങൾക്ക് നമുക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുള്ളൂ. അത് നിങ്ങളുടെ ലൈഫിലെ ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, റിലേഷൻഷിപ്പ് എന്ന് മാത്രം എന്നുള്ളതല്ല, ഏത് ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നമുക്ക് സ്റ്റാർട്ടിങ്ങിന്നേ വരാം, നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നിങ്ങളുടെ പാരന്റ്സ് ആയിരിക്കാം, നിങ്ങൾ ജനിച്ചു വളർന്ന് തുടങ്ങുന്ന ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ഹെൽത്ത് സിറ്റുവേഷൻ ആയിരിക്കാം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നമായിരിക്കാം, നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരിക്കാം. ഇതൊക്കെ കാരണം കൊണ്ട്, ഏതെങ്കിലും വ്യക്തി കാരണമായിരിക്കാം, ഇതൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളും അവിടെ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ലൈഫ് ചാലഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊരു പ്രോബ്ലം സോൾവിങ് ആയിട്ട് എടുക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കുക. ലൈഫ് ഒന്നും സീരിയസ് ആയിട്ട് കാണാതിരിക്കുക. എന്റെ ലൈഫ് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഒരു സമയത്ത് വളരെ ഇതോടുകൂടി എന്റെ ലൈഫ് കഴിഞ്ഞു, ഇനി ഇങ്ങനെ തന്നെ പോവുള്ളൂ. ഞാൻ വിചാരിച്ചു ഇനി എന്റെ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയാണെന്നുള്ളത്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ പോകേണ്ടതെന്നുള്ളത് ഞാനും അങ്ങോട്ട് വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷെ ഒരു രീതിയിലും എനിക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. എന്റെ ഇമോഷൻസ് അയാൾക്ക് സ്വന്താക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ മനസ്സിലൊരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി എന്റെ ഒരു സ്ട്രോങ് ഫെമിനിൻ എനിക്ക് കാണിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ രണ്ട് കാര്യത്തിലേക്ക് കണക്ട് ചെയ്യാതെ ആ വ്യക്തിക്ക് എന്റെ ശരീരത്തിൽ ഒരു സ്ഥാനം ഇല്ല എന്നുള്ളതാണ്. എന്റെ ലൈഫിൽ ഞാൻ എടുത്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അതായിരുന്നു. കാരണം ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾക്കൊരു കുട്ടി കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സഫർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ ഏത് ഡിഫിക്കൽട്ട് സ്റ്റേജിലും എനിക്ക് എപ്പോഴും ആ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. എനിക്കൊരു പ്രൊട്ടക്ഷൻ എപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആദ്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ്, ഇതെന്ന് തരാനുള്ള ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് അണ്ടർസ്റ്റാൻഡ് യുവർ പാർട്ട്ണർ. നിങ്ങൾക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സൈൻ നിങ്ങളുടെ പാർട്ട്ണർ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യുക അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ വരണോ വേണ്ടയോ എന്നുള്ളത്. വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മോൾഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം. ഐ ആം സോ പ്രൗഡ്. എനിക്കൊരു പ്രിൻസസ് പോലെയാണ് എനിക്ക് തോന്നിയത്, ടു ബി വെരി ഫ്രാങ്ക്. എന്റെ ഉള്ളിൽ അത്ര ഹൈ വാല്യൂ ആയിട്ടുള്ള ഫെമിനൻ, അതെന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ടല്ല. ഐ എം സോ ബ്യൂട്ടിഫുൾ. ഐ എം സോ ബ്യൂട്ടിഫുൾ ദ വേ ഐ ആം. ലൈക്ക് ഞാൻ എന്താണോ അതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്റെ ബ്യൂട്ടി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും, എന്റെ ചിരി ആണെന്നുണ്ടെങ്കിലും, എന്റെ ഫേസ് ആണെന്നുണ്ടെങ്കിലും, എന്റെ ഫിംഗേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷെ അതിനേക്കാൾ ഉപരി എന്റെ ഉള്ളിൽ ആ ഒരു ഹൈ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈ വാല്യൂ കീപ്പ് ചെയ്യുന്ന ഒരു വിമൻ ഉണ്ട്, ഫെമിനൻ ഉണ്ട്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ തോന്നുകയാണ് എനിക്ക് തന്നെ. ഒരിക്കലും ലൈക്ക് ഒരു റിലേഷൻഷിപ്പ് വേണമല്ലോ, ഇനി ഒരാൾ ലൈഫിൽ വേണമല്ലോ, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണല്ലോ. കാരണം നമുക്ക് ചുറ്റിലും ആളുകളും അവരവരുടെ ലൈഫായിട്ടും കാര്യങ്ങളായിട്ടും പോകുന്ന സമയത്ത് നമ്മൾ പിറകിലായി പോവോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെയായി പോവോ, കിട്ടിയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ അവിടെ ഒട്ടും സന്തോഷമല്ല, ജെന്യൂൻ ആയിട്ട് സന്തോഷമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഒരാളും വന്ന് ഹെൽപ്പ് ചെയ്യില്ല. ആൻഡ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇപ്പം എന്റെ പാരന്റ്സിനാണെന്നുണ്ടെങ്കിലും അവര് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരുന്നു. അവർക്ക് അറിയില്ല അവര് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. കാരണം എന്റെ ബ്രദറിന്റെ സിസ്റ്റർ ആണ് ഞാൻ. എന്റെ ബ്രദറിനാണെന്നുണ്ടെങ്കിലും എന്റെ അച്ഛനും അമ്മയ്ക്കാണെന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ ആണ് അല്ലെ. എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അവര് മരവിച്ചു പോകും. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കയ്യും കാലം അനക്കാൻ പോലും പറ്റില്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അനങ്ങാൻ സാധിക്കില്ല, എസ്പെഷ്യലി നമ്മളുടെ പാരന്റ്സ്. ഓക്കെ, പല ആളുകളും പറയുന്നത് കേൾക്കാറുണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കൂടെ പോകുന്ന പെൺകുട്ടികളെ എന്തുകൊണ്ട് പാരന്റ്സ് തിരിച്ചു വിളിച്ചില്ല, സപ്പോർട്ട് ചെയ്തില്ല, എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്തില്ല. കുറച്ച് പാരന്റ്സ് ഉണ്ടെങ്കിലും കുറച്ച് വീട്ടുകാരുടെയെങ്കിലും സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവര് തളർന്നു പോയിട്ടുണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു സിറ്റുവേഷനിൽ കൂടെ നമ്മൾ കുറെ കാര്യങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ അന്ന് ഒരുപാട് സ്ട്രോങ് ആയിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരാളുടെ ഹെൽപ്പും വേണ്ട. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് നമുക്കൊരു വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ അതിന്ന് ഇറങ്ങി വരണം. അതിനുള്ള സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. എന്നാലേ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുള്ളൂ, നമുക്ക് വഴി കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ചില സമയത്ത് നമുക്ക് അറിയില്ല നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ഒന്നും നമുക്ക് അറിയില്ല. ആ ഒരു സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതുവരെ റിയാക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിലും നിങ്ങളുടെ ഒരു ചെറിയൊരു അറ്റൻഷൻ പോലും നിങ്ങൾ അതിലേക്ക് കൊടുക്കാതിരിക്കുക. അത് കംപ്ലീറ്റ്ലി നിങ്ങൾ വിട്ടേക്കുക. ഒരു രീതിയിലൊരു അറ്റൻഷനും ആ ഒരു കാര്യത്തിന് കൊടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളിലേക്ക് മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എന്താണോ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് വെക്കാൻ സാധിക്കുമോ. ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയുന്നത് പോലെ ചില സമയത്ത് നമുക്ക് ചില പ്ലേസിൽ നിന്ന് പെട്ടെന്ന് മാറി നിൽക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഫിസിക്കലി നമ്മൾ ചില ആളുകൾ കാണണം, നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കാം. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് മാറ്റിക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ആ ഒരു സമയത്തും നിങ്ങളുടെ ശരീരത്തിന്റെ ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റില്ല, ഇവിടെ വരെ വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൂടിപ്പോയാൽ നിങ്ങളുടെ ശരീരത്തിലെ അവർക്ക് ഹാം ചെയ്യാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ മനസ്സ്, ഇമോഷൻസ് ഒരു രീതിയിലും ഒരാൾക്കും നിങ്ങൾ അനുവദിക്കാത്തിടത്തോളം കാലം ഒരാൾക്കും അത് ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കില്ല. വിഷമാവും, ഡൗൺ ആയി പോവും. പക്ഷെ അവിടുന്നൊക്കെ നമുക്ക് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. എത്രയോ ആളുകള് എനിക്ക് അറിയില്ല, എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയില്ല, എങ്ങനെയാണ് പുറത്തേക്ക് വരേണ്ടതെന്ന് അറിയില്ല, കുട്ടികൾ ഉണ്ടായിരിക്കാം, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് സന്തോഷമുള്ള എന്തെങ്കിലും കാര്യങ്ങള് നിങ്ങൾ ഒരു ജേണിയിൽ കൂടെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവിടെ ആരും വന്നിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടും. അവിടെ നിന്നാണ് ലൈഫ് ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാറ്റം നിങ്ങൾ ചിന്തിക്കുന്ന പ്ലേസിൽ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു വഴികൾ തെളിഞ്ഞു കിട്ടുന്നത്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്ര ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുന്ന സമയത്ത് ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന, ലൈഫ് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഏത് ചാലഞ്ച് ആണെന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. അതിന് എന്താണ് പഠിക്കേണ്ടത്, അതെന്താണ് പഠിപ്പിക്കുന്നത്, അതല്ലാതെ അതിലൊരു വിക്ടിമായിട്ട് എന്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചു, എന്റെ ലൈഫിൽ മാത്രം ഇങ്ങനെ സംഭവിച്ചു, എനിക്കൊരു ഭാഗ്യമില്ല, അല്ലെങ്കിൽ എന്റെ ലൈഫ് ഇങ്ങനെയാണെന്നൊക്കെ വെച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കിടക്കുള്ളൂ. ഒരാളും അവിടെ വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. നിങ്ങൾക്കത് കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ, ആ ഒരു പെയിൻ, ആ ഒരു സ്ട്രഗിൾ കൺഫേം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പിന്നെ ലൈഫിൽ സംഭവിക്കുള്ളൂ.
മാറ്റി ചിന്തിക്കുക, നിങ്ങൾ ഇറങ്ങി വരിക. ഒന്നും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് തെളിഞ്ഞ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്യാണ്, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സോഴ്സും എനിക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമാൻഡ് സെൽഫ് ആയിട്ട് കൊടുക്കുക. എന്തും ഇനീഷ്യേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു അഫർമേഷൻ ആണ്. ഓക്കെ, അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പറയുന്ന കാര്യമല്ല. നമ്മളുടെ വാക്കുകള്, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങള്, ഫീൽ ചെയ്യുന്ന കാര്യങ്ങള്, എവ്രിതിങ് ഇസ് അഫർമേഷൻ. ഓക്കെ, ആദ്യം അത് നമ്മൾ റീപ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു പ്രോസസ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യും. മാറ്റത്തിലേക്കുള്ള ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ വാക്കുകൾക്ക് അത്ര പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ചിന്താഗതിക്ക്, നിങ്ങളുടെ ഫീലിങ്സിന് അത്ര പവർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടല്ലോ, ഒരിക്കലും നിങ്ങൾ അതിനെ പറ്റിയിട്ട് റിഗ്രറ്റ് ചെയ്യില്ല. മറ്റുള്ള കാര്യങ്ങളായിരിക്കാം നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾക്കാണ് ആ ഒരു റിഗ്രറ്റ് വരേണ്ടത്. നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് വരില്ല. നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടെ പോവാണ്, എസ്പെഷ്യലി എന്റെ ഒരു ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സിറ്റുവേഷനിൽ ഈസിലി ഗിവ് അപ്പ് ചെയ്യാനല്ല പറയുന്നത്. നിങ്ങൾ ശ്രമിച്ചു നോക്കുക, ചാൻസ് കൊടുക്കുക. ഒരു മാറ്റവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി വരാം. പിന്നീട് നിങ്ങൾക്ക് ഒരു റിഗ്രറ്റിന്റെ ആവശ്യം അവിടെ നിന്ന് ഉണ്ടാവില്ല. അവർക്കാണ്, നിങ്ങളെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ആ ഒരു സാഹചര്യത്തിനാണ്, ആ ആളുകൾക്കാണ്, ആ വ്യക്തിക്കാണ് റിഗ്രറ്റ് തോന്നേണ്ടത്. സോ എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ്ങസ്റ്റ് പേഴ്സണെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ലൈഫിലെ ഏത് പ്രതിസന്ധി ഘട്ടവും നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു സ്ട്രോങ്ങസ്റ്റ് പേഴ്സണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്ട്രോങ് ഫെമിനിൻ, ആ ഒരു സ്ട്രോങ് മാസ്കുലിൻ ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളും കണക്ട് ചെയ്യുക. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ആ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് പ്രഷ്യസ്. ഓക്കെ, പ്രൈസ്ലെസ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ലൈഫ് മുന്നോട്ട് പോകാൻ എന്തെങ്കിലും മതിയായിരുന്നു, ആരെങ്കിലും മതിയായിരുന്നു. ആ ഒരു ലോ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ പോവില്ല. നമ്മളുടെ ഒരു ഹൈ വാല്യൂ എപ്പോഴും നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഓവർകം ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിങ്ങൾ നിൽക്കുന്ന സമയത്തും ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. മനസ്സിന് സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവും. റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ വരാം. ഓൾറൈറ്റ്, സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.